ജസ്ന സലീം പത്തനംതിട്ട വന്നത് സ്മൃതി കൊടുത്ത കേസിനാണ്. നമ്മളൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന് റെസിപ്റ്റ് കിട്ടും, അല്ലെങ്കിൽ അവർ FIR ഇട്ട് തരും. സാധാ ഒരു കേസിനൊന്നും എന്തായാലും ആദ്യം തന്നെ ഹൈക്കോടതിയിലോട്ട് പോവില്ല, നമ്മുടെ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലേക്കായിരിക്കും ആദ്യം കേസ് എടുക്കുക. അപ്പൊ ഗുരുവായൂർ എന്നെ ആക്രമിക്കാൻ വന്ന കേസും നേരെ ചാവക്കാട് കോടതിയിലേക്കാണ് പോയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ചതോ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചതോ ഒന്നുമില്ല. നമ്മൾ ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ അതിനൊരു കാരണം വേണം. വെറുതെ ചെന്നുകൊണ്ട് ഒരാൾക്ക് കൊടുക്കാനുള്ളതല്ല പരാതി എന്ന് പറയുന്നത്. എന്ത് കാരണത്തിലാണ് പരാതി കൊടുക്കുക? നമ്മൾക്കെതിരെ മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ പരാതി കൊടുക്കുക, അല്ലേ? സ്മൃതിയുടെ കേസിൽ പരാതി കൊടുത്തിട്ടുള്ളത് സ്മൃതിയുടെ ഫോട്ടോ വെച്ചിട്ട് സ്മൃതി കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ അബോർഷൻ ചെയ്യാൻ വന്നത് ഈ പറയുന്ന ജസ്ന കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് സ്മൃതിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്ന് എല്ലാവരും, ഞാനും ലിസ്ത പാലക്കലും അടക്കം എല്ലാവരും സ്മൃതിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മൃതി പറഞ്ഞത് കേസ് വിടൂല, കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നു എന്നാണ്. സ്മൃതി അത്രത്തോളം പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ബഹളം വെച്ചതിനെ തുടർന്നിട്ടാണ് അതിനകത്ത് FIR ഇട്ടതും ഈ പറയുന്ന ആളെ വിളിച്ചു വരുത്തിയതും. കുറെ സമയമെടുത്ത് വൈകിയാണെങ്കിലും ജസ്ന സലീമിന് പത്തനംതിട്ടയിൽ വരേണ്ട വന്നു. ആര് കാരണം? സ്മൃതി കാരണം. അപ്പൊ സ്മൃതിയുടെ കേസ് അത്രയ്ക്ക് സ്ട്രോങ് ആണ് എന്നതാണ് ആ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കേസാണ് ലിസിത പാലക്കലിന്റെ ഫോട്ടോ വെച്ചിട്ട് കേക്ക് മുറിച്ച സംഭവം. ലിസിത പാലക്കലിന്റെ കണ്ണ് ഈ പറയുന്ന ഇയാളുടെ മകൻ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു സംഭവം കൂടി അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ലിസിത പാലക്കലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത് വരുന്നത് ഷെഫീന ബീബിയുടെ മകനെ പറഞ്ഞ കേസാണ്. പ്രായപൂർത്തിയാവാത്ത ഷെഫീന ബീബിയുടെ മകൻ ഇവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മോശം മെസ്സേജുകൾ അയക്കുന്നു. ചെക്കൻ ഇവളോട് കാമമാണ്, എന്തൊക്കെയോ ചെക്കൻ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 35 വയസ്സായിട്ടുള്ള ഈ തള്ള 16 വയസ്സ് പോലും തികയാത്ത ഈ കൊച്ചിനെ കുറിച്ചിട്ട് അനാവശ്യം പറഞ്ഞതിനാണ് ഷെഫീന ബീബി കേസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കാര്യകാരണ സഹിതം ഓരോരുത്തരും ഇവളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇതായിട്ട് ബന്ധപ്പെട്ട ഈ 4 സ്ത്രീകളും കേസ് കൊടുത്തിട്ടുണ്ട്. ശ്രീലാപ്പിള്ള കേസ് കൊടുത്തിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അപ്പൊ പ്രതികരണ വീഡിയോ ചെയ്ത 4 സ്ത്രീകളുടെയും കുടുംബത്തിനും പറ്റി, കുടുംബാംഗങ്ങളെ പറ്റി, അല്ലെങ്കിൽ അവരെ പൊതു സ്ഥലത്ത് വെച്ചിട്ട് ആക്രമിക്കാൻ വന്നതും അങ്ങനെയുള്ള അവരെ പറ്റി വളരെ മോശം പറഞ്ഞ രീതിയിലൊക്കെ ആക്കി തീർത്ത ഈ ജസ്ന സലീം എന്ന വ്യക്തിക്കെതിരെ 4 സ്ത്രീകളും കേസിന് പോയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയാണ് നമുക്കറിയുന്ന, നമ്മുടെ അറിവിലുള്ള 4 സ്ത്രീകൾ കൊടുത്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. എന്തുതന്നെയായാലും ഒരു കാര്യത്തിൽ ഞാൻ ജസ്ന സലീമിനോട് വെല്ലുവിളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്നറിയോ, ഈ ഒരു ഫോട്ടോയും പിടിച്ചിട്ട് എല്ലാ അമ്പലങ്ങളും കയറി ഇറങ്ങി നടക്കുമ്പോൾ, കൊടുങ്ങല്ലൂര് പോയപ്പോഴും ഈ ഒരു ഫോട്ടോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോഴും ഈ ഒരു ഫോട്ടോ. അപ്പൊ അവിടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളിലും രൂപങ്ങളിലും ഇരിക്കുന്ന ദേവീദേവന്മാരും പ്രതിഷ്ഠകളുമാണ്. അപ്പൊ അവരുടെയൊക്കെ ഫോട്ടോ വരച്ചിട്ട് അവിടേക്ക് പോകുന്നതല്ലേ അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു ശരിയെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു 101 ഫോട്ടോ കൊടുങ്ങല്ലൂരമ്മയുടെ വരച്ചിട്ട് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു 101 ഫോട്ടോ പത്മനാഭസ്വാമിയുടെ വരച്ചിട്ട് അവിടെ പോയി സമർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു 101 ഫോട്ടോ ശിവപാർവതിമാരുടെ വരച്ചിട്ട് ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക. അതല്ലേ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോഴല്ലേ ഒരു വെറൈറ്റി ആവുള്ളൂ. ഇത് ആകെ ഒരു ഫോട്ടോയേ ഉള്ളൂ. ആ ഫോട്ടോയും പിടിച്ചിട്ടാണ് ഈ കണ്ട ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത്. കൊടുങ്ങല്ലൂരമ്മയുടെ 101 ഫോട്ടോ നിനക്ക് വരച്ചിട്ട് നിനക്ക് ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പറ്റുമോ? വെല്ലുവിളിക്കുകയാണ് തന്നെ വെച്ചോ. അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ 101 ഫോട്ടോ നിനക്ക് വരച്ചിട്ട് അവിടെ സമർപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിന്നൊരു ചിത്രകാരി എന്ന് അംഗീകരിക്കാം. ഞാനൊന്നും ചിത്രം വരെ പോയി പഠിച്ചിട്ട് വന്നിരുന്ന് വരയ്ക്കുന്നതല്ല. എനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവാണ്. ഞാൻ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയും ഇതുപോലെ സ്ത്രീകളെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ട്രോങ് കേസുകൾ വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ പത്തനംതിട്ടയ്ക്ക് പോകേണ്ട ഗതികേട് വന്നില്ലേ? അല്ലാതെ നീ ചുമ്മാ കാറ്റുകൊള്ളാൻ പോയതല്ലല്ലോ പത്തനംതിട്ടയ്ക്ക്. അപ്പം മറ്റുള്ളവരുടെ പേരും ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് ഇതുപോലുള്ള അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ആലോചിക്കുക, ഇതുപോലെ പത്തനംതിട്ടയ്ക്കൊക്കെ ടൂറ് പോകേണ്ട വരുമെന്ന്. അപ്പം ഇനിയും കേരളത്തിൽ ഒരുപാട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട്. അപ്പം ഇവിടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷ്ഠകളാണുള്ളത്. അപ്പോൾ ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ദേവീദേവന്മാരുടെ ഫോട്ടോ വരച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ശ്രദ്ധ നേടും. അല്ലാതെ ഞാൻ ഈ ഒരു ഫോട്ടോ മാത്രം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണെന്നും പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോയും താങ്ങി പിടിച്ചുകൊണ്ട് മറ്റുള്ള അമ്പലത്തിലേക്ക് ചെന്നാൽ ശ്രദ്ധ കിട്ടില്ല കുഞ്ഞെ. അതുകൊണ്ട് വെല്ലുവിളിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല, ഒരു കണക്കിന് ഒരു വെല്ലുവിളി തന്നെയാണ്. നിനക്ക് കൊടുങ്ങല്ലൂരമ്മയുടെ 101 ഫോട്ടോ വരച്ചിട്ട് അവിടെ ഒന്ന് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ?
അങ്ങനെ വരച്ച് നീ അവിടെ ഒന്ന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഈ പെണ്ണാണ്, നീ ആർട്ടിസ്റ്റാണെന്ന് ഞാൻ സമ്മതിക്കാം. നീ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചു നോക്ക്. വേറെ ആരുടെയല്ല, കൊടുങ്ങല്ലൂരമ്മയുടെ ഫോട്ടോ. ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് നീ കൊടുങ്ങല്ലൂരമ്മയുടെ 101 ഫോട്ടോ വരച്ചിട്ട് നീ കൊടുങ്ങല്ലൂരൊന്ന് കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിച്ചു നോക്ക്.